വെൽക്കം ബാക്ക് ടു അക്കൗണ്ടൻസി ക്ലാസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്താണ്, അതിലുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കുറച്ച് കാൽക്കുലേഷൻസുകളും ചെയ്തായത് സബ്സ്ക്രിപ്ഷൻ പോലെയുള്ള കാൽക്കുലേഷൻ ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ എല്ലാ റെസീപ്റ്റുകളും എഴുതി കൊടുക്കും, അതുപോലെ തന്നെ എല്ലാ പേയ്മെൻറ്റ്സുകളും. റെസീപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ റെസീപ്റ്റ്സുകളുണ്ട്? ക്യാപിറ്റൽ റെസീപ്റ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ റവന്യൂ റെസീപ്റ്റ്സും ഉണ്ട്. അതുപോലെ തന്നെ പേയ്മെൻറ്റുകളാണെങ്കിൽ ക്യാപിറ്റൽ പേയ്മെൻറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ റവന്യൂ പേയ്മെൻറ്റ്സും ഉണ്ട്. ഇതെല്ലാം റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യുന്നു. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ സ്വഭാവമുള്ളത് മാത്രമാണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിൽ ഡിഫറൻസസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു റിയൽ അക്കൗണ്ടാണ്. അതിനകത്ത് നമ്മൾ റെസീറ്റ്സുകളും പേയ്മെൻറ്റ്സുകളും മാത്രമാണ് റെക്കോർഡ് ചെയ്യുക. മറ്റൊന്ന് പറയാം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട്, നാമമാത്രമായിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ഐറ്റംസ്. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ക്യാപിറ്റൽ ഐറ്റംസുകളും റവന്യൂ ഐറ്റംസുകളും ഇൻക്ലൂഡ് ചെയ്യുന്നു. അതായത് ക്യാപിറ്റൽ റെസീപ്റ്റ്സും ക്യാപിറ്റൽ പേയ്മെൻറ്റ്സും, റവന്യൂ റെസീപ്റ്റ്സും റവന്യൂ പേയ്മെൻറ്റ്സും ഏതിൽ ഉൾക്കൊള്ളുന്നുണ്ട്? റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലുണ്ട്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി റവന്യൂ ഐറ്റംസ്. റവന്യൂ ഐറ്റംസുകൾ മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. റവന്യൂ ഐറ്റംസ് എന്ന് പറയുമ്പോൾ റവന്യൂ റെസീപ്റ്റ്സും റവന്യൂ പേയ്മെൻറ്റ്സും. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻസ് ആണ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് എ ക്യാഷ് ബുക്ക്, ഒരു ക്യാഷ് ബുക്ക് പോലെയാണ്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോലെയാണ്. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, റെസീപ്റ്റ്സ് ആർ ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ്. റെസീപ്റ്റുകൾ റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ റെസീപ്റ്റ്സുകൾ, അതായത് ക്യാഷ് കിട്ടിയതെല്ലാം ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നതെങ്കിൽ പേയ്മെൻറ്റ്സ് ആർ ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ്. പേയ്മെൻറ്റ്സുകളെല്ലാം എവിടെ കാണിക്കുന്നു? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എക്സ്പെൻസസ് ആർ ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ്. എക്സ്പെൻസുകൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു, ഇൻകംസ് ആർ ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ്. നേരെ തിരിച്ചാണ് വരിക, ഇൻകംസുകളെല്ലാം തന്നെ ക്രെഡിറ്റ് സൈഡിലും കാണിക്കുന്നു. ഫിഫ്ത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഓർ ബാങ്ക് ഓർ ബോത്ത്. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ തുടങ്ങുന്നത് ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇറ്റ് ഡസ് നോട്ട് സ്റ്റാർട്ട് വിത്ത് എനി ഓപ്പണിംഗ് ബാലൻസ്. ഇതിനകത്ത് ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷിൻ്റെ ഓപ്പണിംഗ് ബാലൻസോ ബാങ്ക് ഓപ്പണിംഗ് ബാലൻസോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. അടുത്ത റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ക്യാഷ് ബേസിസ്. ക്യാഷിൻ്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുക. സോ ഇറ്റ് ഇഗ്നോസ് ഓൾ ഔട്ട്സ്റ്റാൻഡിങ് പ്രീപെയ്ഡ് അക്രൂഡ് ഐറ്റംസ്. അതായത് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ക്യാഷ് ബേസിസിലാണ് തയ്യാറാക്കുക. അതുകൊണ്ട് നോൺ ക്യാഷ് ഐറ്റംസുകൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളായിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ്, അക്രൂഡ് ഇതൊന്നും പരിഗണിക്കുന്നില്ല. അതായത് ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞാൽ കൊടുക്കാൻ ബാക്കിയുള്ള സാലറി, വേജസ്, അതുപോലെ തന്നെ റെൻ്റ് എല്ലാം ഉണ്ടായിരിക്കും. പ്രീപെയ്ഡ് പറഞ്ഞാൽ മുൻകൂട്ടി കൊടുക്കുന്ന ഇൻഷുറൻസ്, റെൻറ്റ് പോലെയുള്ള സംഭവങ്ങൾ. അതുപോലെ അക്രൂഡ് ഇൻകം ഏൺ ചെയ്തു പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടാത്ത ഇൻകത്തെയാണ് അക്രൂഡ് ഇൻകം എന്ന് പറയാം. അക്രൂഡ് ഐറ്റംസുകൾ ഇതൊന്നും ഏതിൽ പരിഗണിക്കൂല? റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ പരിഗണിക്കുകയില്ല. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ അക്രൂവൽ ബേസിസ്. ഇറ്റ് കൺസിഡേഴ്സ് ഓൾ ഔട്ട്സ്റ്റാൻഡിങ് പ്രീപെയ്ഡ് അക്രൂഡ് ഐറ്റംസ്. ഇതൊരു അക്രൂവൽ ബേസിസിലാണ് തയ്യാറാക്കുക. ക്യാഷ് കിട്ടാനുള്ളതും കൂടെ ഇതിനകത്ത് കണക്കാകും. ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ്, അക്രൂഡ് ഐറ്റംസുകളെല്ലാം ഇതിനകത്ത് പരിഗണിക്കുന്നു. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് മറ്റൊന്നാണ്, ഇറ്റ് ഇൻക്ലൂഡ്സ് ഐറ്റംസ് റിലേറ്റിംഗ് ടു പ്രീവിയസ്, കറൻറ്റ് ആൻഡ് സക്സീഡിങ് ഇയർ. റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ
മുമ്പത്തെ വർഷത്തേത്, കറൻറ്റ് ഇയർ, അതുപോലെ തന്നെ സക്സീഡ് തുടർന്ന് വരുന്ന വർഷം, ഇതെല്ലാം റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പരിഗണിക്കുന്നുണ്ട് എങ്കിൽ മറ്റൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇറ്റ് ഇൻക്ലൂഡ്സ് ഐറ്റംസ് ഓഫ് കറൻറ്റ് ഇയർ ഓൺലി. കറൻറ്റ് ഇയറിലുള്ള ഐറ്റംസുകൾ മാത്രമാണ് ഇതിനകത്ത് ഉൾക്കൊള്ളുന്നത്. നെക്സ്റ്റ് 8ാമത്തെ ഡിഫറൻസ് ഇറ്റ് ഇഗ്നോസ് നോൺ ക്യാഷ് ഐറ്റംസ്. റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ക്യാഷ് അല്ലാത്ത ഐറ്റംസുകൾ അവഗണിക്കുന്നു. മറ്റൊരുത്താണെങ്കിൽ ഇറ്റ് റെക്കോർഡ്സ് ഓൾ നോൺ ക്യാഷ് ഐറ്റംസ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എല്ലാ നോൺ ക്യാഷ്, അത് ക്യാഷ് അല്ലാത്ത ഐറ്റംസുകളും കൂടെ റെക്കോർഡ് ചെയ്യുന്നു. മറ്റ് 9th ഡിഫറൻസ് ആണ് റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ദ ക്ലോസിംഗ് ബാലൻസ് റെപ്രസെൻറ്റ്സ് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് അറ്റ് ബാങ്ക് ഓർ ബോത്ത്. ക്ലോസിംഗ് ബാലൻസ് ക്യാഷ് ഇൻ ഹാൻഡായോ ക്യാഷ് അറ്റ് ബാങ്ക് ആയിട്ടോ അല്ലെങ്കിൽ രണ്ടുമായിട്ട് കണക്കാക്കുന്നു. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ കൂടെ ക്ലോസിംഗ് ബാലൻസ് റെപ്രസെൻറ്റ്സ് ഐദർ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ക്ലോസിങ്ങിലുള്ള ബാലൻസ് ഒന്നുകിൽ മിച്ചമായിട്ട് അല്ലെങ്കിൽ കമ്മിയായിട്ട്, സർപ്ലസ് എന്ന് പറഞ്ഞാൽ ബാക്കി വന്നിട്ടുള്ള തുകയായിട്ട് കണക്കാക്കും, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ലോസ് എന്നാണ് അതിന്. ലോസിന് പകരം മറ്റൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ ലോസ് എന്നുള്ള വാക്ക് ലോസ് പ്രോഫിറ്റ് ഒന്നും ഉപയോഗിക്കില്ല, അതിന് പകരം സർപ്ലസ് ഡെഫിസിറ്റ് എന്നാണ് ഉപയോഗിക്കുക. ലാസ്റ്റ് ഡിഫറൻസ് ഇറ്റ് ഈസ് നോട്ട് അക്കമ്പനീഡ് ബൈ എ ബാലൻസ് ഷീറ്റ്. റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റ് തുടർന്ന് പോകുന്നില്ല, ഫോളോ ചെയ്യുന്നില്ല. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇറ്റ് ഈസ് അക്കമ്പനീഡ് ബൈ എ ബാലൻസ് ഷീറ്റ്. ഒരു ബാലൻസ് ഷീറ്റും കൂടെ ഇതിനകത്ത് തുടർന്ന് പോകുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട റെസീവ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസസ്.